ഹലോ, എല്ലാവർക്കും സുനിത മിസ്റ്റി ടാരോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഓൺ ഓഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് കാണണേ. അപ്പോൾ ഞാനിന്നൊരു 7 കാർഡ് റീഡിംഗ് ആണ് എടുക്കുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ, യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ, യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ലൈവിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ലൈവ് സെക്ഷൻ വേണ്ടുന്നവർ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് 8 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് സോർഡ്സ്, 5 ഓഫ് വാണ്ട്സ്, 4 ഓഫ് കപ്സ്, 6 ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ സൈൻ എന്താണെന്ന് വെച്ചാൽ വാട്ടർ സൈൻ, എർത്ത് സൈൻ വന്നിട്ടുണ്ട്, ഫയർ സൈൻ വന്നിട്ടുണ്ട്, എയർ സൈൻ എല്ലാ സൈനും വന്നിട്ടുണ്ട്. സ്പൈസസ് വന്നിട്ടുണ്ട്. ലിബ്ര, അക്യൂറിയസ്, ജെമിനി, ലിയോ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസ് വന്നിട്ടുണ്ട്. ഏരീസ്, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈനിൽ ഈ സോഡിയാക്കിലില്ലാത്തവർക്ക് ഇത് മാച്ച് ചെയ്യില്ലെന്ന് വിചാരിക്കേണ്ട. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം കേട്ടോ. ഹലോ, എല്ലാവർക്കും സുനിത മിസ്റ്റി ടാരോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓൺ ഓഫ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവർക്കും നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ടും ഒരുപാട് പേര് ഇത് കാണുന്നതുകൊണ്ടും എനർജിയൊക്കെ ഷിഫ്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു 7 കാർഡ് റീഡിംഗ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് കാർഡ്സ് ഏതൊക്കെ വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ഏതാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് കാർഡ് 8 ഓഫ് കപ്സ്. സെക്കൻഡ് കാർഡ് ഹാങ്ഡ് മാനാണ്. 5 ഓഫ് വാണ്ട്സ്, 6 ഓഫ് സോർഡ്സ്, 4 ഓഫ് കപ്സ്, 6 ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. വാട്ടർ സൈൻ വന്നിട്ടുണ്ട്, ഫയർ സൈൻ വന്നിട്ടുണ്ട്, എർത്ത് സൈൻ വന്നിട്ടുണ്ട്, എയർ സൈൻ എല്ലാ സൈനും വന്നിട്ടുണ്ട്. സ്പൈസസ് വന്നിട്ടുണ്ട്, ജെമിനി, ലിബ്ര, അക്യൂറിയസ്, ലിയോ വന്നിട്ടുണ്ട്, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസ് പിന്നെ വന്നിട്ടുണ്ട്, ലിയോ, ഏരീസ് വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ റീഡിങ് കാണുക കേട്ടോ. റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓൺ ഓഫ് സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ ആരോ ഒരാൾ ഇമോഷണലി പിൻവാങ്ങിയിട്ടിരിക്കുകയാണെന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ടും കുറേ ആളുകൾ റീഡിങ് കാണുന്നത് കൊണ്ടും എനർജി ഷിഫ്റ്റായിട്ടൊക്കെ അങ്ങോട്ട് വരും. നിങ്ങളുടെയും അവരുടെയും എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും എന്നാണ് ഉദ്ദേശിച്ചേട്ടാ. അപ്പോൾ അതുകൊണ്ട് ഈ റീഡിങ് കാണുന്നവർക്കറിയാം നിങ്ങളുടെ ഏത് എനർജിയിലാണെന്ന് അറിയാൻ നിങ്ങൾക്കാണ് പറ്റുന്നത്.
ആരാണ് ഇമോഷണലി ഡിറ്റാച്ച് ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് റീഡിങ് എടുക്കേണ്ടത്. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് റീഡിങ് കൊണ്ടുപോകുന്നത്. അതായത് നിങ്ങളുടെ എന്ന് വെച്ചാൽ ഈ റീഡിങ് കാണുന്നവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ കൂടെയാണ് ഞാൻ റീഡിങ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കെയർ ചെയ്ത് നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ആ പേഴ്സണിന് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പേഴ്സണ് ഒരു നമ്മൾ എത്ര അങ്ങോട്ട് കൊടുത്താലും ഒരു തൃപ്തി, എന്തിനും നമ്മൾ കൊടുക്കുമ്പോഴും ഒരു കുറവ് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു കരട് കാണുന്നൊരു ക്യാരക്ടറാണ് ഈ പേഴ്സൻ്റെ. അതായത് ആ പേഴ്സൺ ഇത്തിരി പൊസസീവ് ആയതുകൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങളോട് സ്നേഹമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പം നിങ്ങളിൽ എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് അവർ തന്നെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു മൂഢസ്വർഗത്തിൽ കഴിയുന്ന പോലെയാണ് തോന്നുന്നത്. ആ പേഴ്സൺ തന്നെയാണ് അങ്ങനെ ഒരു ധാരണ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഈ സമയത്ത്. അപ്പോൾ ഈ റിലേഷൻ ഒന്നും നന്നായി പോവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ ശരിക്കും ആ പേഴ്സണോട് നിങ്ങൾക്ക് ശരിക്കും താല്പര്യമൊന്നുമില്ല, നിങ്ങൾ ആ പേഴ്സണെ ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണ് ഈ പേഴ്സൺ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റിലേഷൻ നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ശ്രമം എടുക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നൊക്കെ പുള്ളി വെറുതെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് ഒരു കോട്ടയ്ക്കുള്ളിൽ തനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ പേഴ്സൻ്റെ മുന്നിലുള്ള സ്നേഹം കാണാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കാതെ വെറുതെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ആ പേഴ്സൻ്റെ ചുറ്റിനും കപ്പ് ഓഫ് ലവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊന്നും ആ പേഴ്സൺ ശ്രദ്ധിക്കുന്നില്ല, മൈൻഡ് ചെയ്യാണ്ട് ദുഃഖിച്ചിരിക്കുകയാണ്, അതൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ പേഴ്സൺ അവസ്ഥയിൽ ആ പേഴ്സൺ ഒരു ഹാങ്ങിങ് അവസ്ഥയിലായിട്ട് മാറിപ്പോയി. വളരെ ആഴത്തിലും അതുപോലെ തന്നെ ഈ റിലേഷൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നും ഈ പേഴ്സൺ രണ്ടാമത് ആലോചിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്. എന്നാൽ നിങ്ങളെ ഒഴിവാക്കിയിട്ട് വേറൊരു പേഴ്സൻ്റെ അടുത്തേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നൊന്നും ഈ വ്യക്തിയുടെ മനസ്സിൽ പോലും ഇല്ല കേട്ടോ. അപ്പോൾ ആ പേഴ്സൺ തന്നെ വിചാരിക്കുന്നത് എന്താണ്, ആ പേഴ്സണ് സമാധാനം ഇല്ല എന്ന് പറയുന്നത്. ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് സമാധാനം നഷ്ടപ്പെട്ട് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒന്നിനോടൊരു താല്പര്യം ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് സമാധാനം വേണമെന്നൊക്കെ മനഃപൂർവ്വം സമാധാനം കിട്ടാനായിട്ട് ഒരു സൈലൻറ്റിലേക്ക് അദ്ദേഹം തന്നെ കടന്നു പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം മാനസിക സംഘർഷത്തിൽ നിന്നൊക്കെ നീങ്ങിയിട്ട് വൈകാരികമായിട്ടുള്ള ഭാരമൊക്കെ ചുമന്ന് തളർന്നു എന്നാണ് ഈ പേഴ്സൺ പറയണത്. ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് വണ്ടികൾ പോകണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് മനസ്സുകൊണ്ട് കുറച്ച് കാലം അകന്ന് നിൽക്കണമെന്ന് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പേഴ്സൻ്റെ സൈലൻസ് ആ പേഴ്സന് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ആ പേഴ്സന് ഓരോന്നെ ക്ലിയർ ചെയ്യാനായിട്ട്, ആ പേഴ്സൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ ആ പേഴ്സൺ ഈ സൈലൻസ് ഗുണം ചെയ്യും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറ്റി അദ്ദേഹം ആലോചിക്കുന്നില്ല. ആ സമയത്ത് ഈ പേഴ്സൺ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ആ പേഴ്സൻ്റെ മൈൻഡിൽ എന്തൊക്കെയാണെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്നാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എന്താ, നിങ്ങളുടെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ. അതായത് മുൻകാലങ്ങളിൽ നിങ്ങൾ തമ്മിലുണ്ടായ തർക്കങ്ങൾ, അല്ലെങ്കിൽ ഈഗോ ക്ലാഷ്, തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിൽ വരുന്ന തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലേ, അത് നമ്മൾ പറയുന്ന രീതിയിലല്ല അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു തെറ്റിദ്ധാരണ, അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും അത് ആ പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഇനിയും ഒരു ക്ലാഷ് അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട്, ഈ റിലേഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ ഒരു സൈലൻറ്റിലേക്ക് അദ്ദേഹം പോയതാണ്.
അതായത് ഇനിയും എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ രണ്ട് പേരും തമ്മിൽ പറഞ്ഞ് ഒന്നും കൂടി ആ പ്രോബ്ലം വലുതാവുകയാണെങ്കിൽ ഉള്ള റിലേഷൻ കൂടി ഇല്ലാതാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഓൺ ഓഫ് സിറ്റുവേഷനിൽ അധികം നമ്മുടെ അടുത്ത് താല്പര്യം കാണിക്കാതെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിനോടും താല്പര്യമില്ലാത്തൊരു എനർജിയാണ് ഇപ്പോൾ ആ പേഴ്സണ്. എന്ന് വെച്ചാൽ ആദ്യ സമയങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പോൾ നിങ്ങൾ മുൻകൈ എടുത്ത് ആ പേഴ്സൻ്റെ അടുത്ത് ഒത്തുതീർപ്പിന് ചെല്ലുകയും അദ്ദേഹത്തിനെ പാമ്പർ ചെയ്യുകയും ആ പേഴ്സൺക്ക് ഒരുപാട് സമയം കൊടുക്കുകയും അങ്ങോട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സമയങ്ങളിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് മാറിപ്പോയെന്നും ആ പേഴ്സണെ വിട്ട് പോയത് നിങ്ങളാണെന്നൊക്കെയാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. ആ പേഴ്സണ് ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പേഴ്സണെ തനിച്ച് വിടുക എന്നുള്ളതാണ്. ആ പേഴ്സൻ്റെ പുറകെ പോയി നിങ്ങളുടെ വില കളയാണ്ടിരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ നീങ്ങുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്കിൽ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഹൗസ് വൈഫൊക്കെയാണ് ഈ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് വളരാനായിട്ട് ശ്രമിക്കുക. ഭാവിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ആ പേഴ്സണ് നിങ്ങളോട് തോന്നും. ആ പേഴ്സണിൻ്റെ ആബ്സെൻസിൽ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും നിങ്ങൾ ഒരു വളരാനായിട്ടുള്ള ശ്രമം എടുത്തിട്ട് ഉള്ളതായിട്ട് ആ പേഴ്സണ് തോന്നാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നിങ്ങളോട് ഒരുപാട് മതിപ്പ് ആ പേഴ്സണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ റീഡിങ്ങിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് ആ പേഴ്സൺ വരുന്നത്. ഒരു റിലേഷൻ വരുന്നത് സ്ലോ ആയിട്ട് വന്നാലും ഒരു സ്ഥിരത കൊണ്ടുവരാനായിട്ട് ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ പേഴ്സൺ എന്താണ് നിങ്ങളോട് അത്ര പെട്ടെന്നൊന്നും വരില്ല. ചെറുതായിട്ടൊരു കോൾ ചെയ്യുമ്പോൾ തന്നെ ഹലോ എന്തുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഹായ് എന്നൊക്കെ അയക്കും മെസ്സേജിൽ. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ തമ്മിൽ വലിയ ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നവരുടെ പോലെ ഒരു സംസാരമോ പെരുമാറ്റമൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. ഇമോഷണലി സ്ലോ ആയിട്ടായിരിക്കും അദ്ദേഹം. പക്ഷേ പഴയ പോലെയല്ല, നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു തല്ലുപിടുത്തം ഉണ്ടാവാണ്ടും ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ റീഡിങ്ങിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിൽ ഒട്ടും പ്രതീക്ഷ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് ഈ റീഡിങ് കൊണ്ട് നമുക്ക് സാധിക്കില്ല. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സൈലൻറ്റ് ഹീലിംഗ് ആണ് പേഴ്സൻ്റെ ഉള്ളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ലോ ആയിട്ടാണെങ്കിലും മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ആ പേഴ്സൺ മടങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും നാളൊരു വല്ലാത്ത അവസ്ഥയിൽ കൂടെയൊക്കെ ആയിരിക്കുമല്ലോ കടന്നു പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ ഇമോഷണൽ കൺട്രോള് കളഞ്ഞിട്ട് നമ്മൾ ആ പേഴ്സൻ്റെ അടുത്ത് അധികം ആയിപ്പോവില്ല. കൺട്രോളില്ലാണ്ട് നമ്മൾ ചൂടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ റിലേഷൻ പഴയതുപോലെ തന്നെ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി സ്റ്റേബിളായിരിക്കാനായിട്ട് നിങ്ങൾ കുറച്ചും കൂടി പഠിക്കുക. കാരണം നമ്മൾ സ്റ്റേബിളാണെങ്കിലും നമുക്ക് കിട്ടിയ ഇതനുസരിച്ച് നമ്മൾ പൊട്ടിത്തെറിച്ച് പോകുമല്ലോ. അപ്പം അങ്ങനെയൊന്നും പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നമുക്കുണ്ടായ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവ് വേണ്ടവർക്ക് ഒന്ന് കമൻറ്റിൽ പറയുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ റീഡിങ് കണ്ട എല്ലാവർക്കും താങ്ക് യു.